ஹலோ மக்களே, வெல்கம் பேக் டு அவர் சேனல். இன்னைக்கு இந்த வீடியோவில் எதை பற்றி பார்க்க போகிறோம்னு சொல்லி பார்த்தீங்கன்னா, நம்ம நுணக்குழி சீன் 2 தான் இன்னைக்கு நம்ம ரியாக்ட் பண்ண போகிறோம். நம்ம ஏற்கனவே இல்லை, நேற்று பார்த்தீங்கன்னா நுணக்குழி பார்ட் 1 நம்ம ரியாக்ட் பண்ணி அப்லோட் பண்ணியிருக்கோம். பாசில் ஜோசப்போட பார்த்தீங்கன்னா அந்த ஆஃபீஸில் பார்த்தீங்கன்னா அந்த லேப்டாப் கம்பெனி பார்த்தீங்கன்னா வேறு லெவலில் இருந்துச்சு. அதோட பார்த்தீங்கன்னா இன்னைக்கு சீன் 2 நம்ம ரியாக்ட் பண்ண போகிறோம். நம்ம சீன் 2 பார்த்துட்டு அதுக்கப்புறம் அதை பற்றி பேசுவோம். வீடியோக்குள்ளே பார்த்துக்கு முன்னாடி நீங்கள் யார் நம்ம சேனல் சப்ஸ்கிரைப் பண்ணால் கண்டிப்பாக சப்ஸ்கிரைப் பண்ணி சப்போர்ட் பண்ணுங்கள். மறக்காம இந்த வீடியோக்கு ஒரு லைக் பண்ணுங்கள். வாங்க வீடியோக்குள்ளே போகலாம். அந்த லேப்டாப் അയ്യോ എന്ത് ലാപ്ടോപ്പ് മാറപ്പോത് അതെ നമുക്ക് പോകുന്ന വഴി എന്റെ ഫ്ലാറ്റിലൊന്ന് കയറണം. ആകെ മുഷിഞ്ഞിരിക്കുക. ഈ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റിയിട്ട് ശരയെന്നങ്ങ് പോവാം. അയ്യോ പച്ചി അവളതാണ് അതേ പോയാൽ മതി അമ്മാവ. എവിടെയെങ്കിലൊക്കെ തട്ടേമുട്ടൊക്കെ ചെയ്താ പിന്നെ ഒരു രാഷ്ട്രീയടാണ്. എന്റെ മോള് നീ ഒന്ന് വിഷമിക്കാതിരിക്കും. നിങ്ങളുടെ ഒരു മോള് എന്റെ തലയ്ക്ക് ഭ്രാന്ത് വന്നിരിക്കും. നിങ്ങളോട് ഞാൻ 1000 പ്രാവശ്യം പറഞ്ഞല്ലേ ചെയ്യരുത്. ഇൻകം ടാക്സ് ആർക്ക് ഗുണമുള്ള കാര്യങ്ങളാണെങ്കിൽ അവർ നോക്കത്തുള്ളൂ. അയാളെ സമ്മതിച്ച അയാളെ കണ്ടാലേ അയാളെ മാഞ്ഞനാ. ഓ മാന്യ. നിങ്ങൾ ആളുകളുടെ സ്വഭാവമൊക്കെ എനിക്ക് അറിയാവുന്നതാ. പണ്ടൊരു മാന്യ കോളേജിൽ പഠിച്ചവന്റെ ഫോട്ടോ പോസ്റ്റ് ചെയ്ത് അപ്പൻ അയച്ചാ പഠിത്തം നിർത്തി കല്യാണം കഴിപ്പിച്ച് ഇങ്ങോട്ട് അയച്ചു ജീവിതം തളിച്ചത്. ഇവിടെ എന്താ കുഴപ്പം? മോളെ നീ എന്നെ വിശ്വസിക്കുക. അയാളെ നോക്കത്തില്ല. നോക്കത്തില്ലേ? ഇല്ല. നോക്കും. ഇല്ല. അയാളെ നോക്കും. അയാളുടെ ഫ്രണ്ട്സിനെ കാണിക്കും. ഓ മമ്മി, അയ്യോ മമ്മി. എന്താ ഭാവി പ്രശ്നം? എന്താ മോളെ എന്താ എന്താ മോളെ അവളുടെ കണ്ണ് നിറഞ്ഞിരിക്കുന്നില്ല. ഇല്ല കണ്ണൊന്നും പറഞ്ഞിട്ടില്ല. നോക്കി എന്താ പറ്റിയെന്ന് പറ. എന്താ ഒന്നും പറ്റിയിട്ടില്ല. പിന്നെന്തിനാ ഇൻകം ടാക്സ് വന്നതിന്റെ വിഷമത്തിലിരിക്കുന്ന. അത്രേ ഉള്ളൂ. നീ അങ്ങ് മാറി. ഞാൻ പറഞ്ഞു കൊടുക്കാൻ കാര്യം. മോളെ ഇതൊക്കെ ആദ്യമായതുകൊണ്ട് കുറച്ച് ഇതൊക്കെ ശീലമായിക്കോളൂ അല്ലേ? അതെ പിന്നെ ഇത്ര നിസ്സാര കാര്യത്തിനൊക്കെ കരയാൻ തുടങ്ങിയാൽ എങ്ങനെ? ഇതിനല്ലേ ചാർട്ടർ അക്കൗണ്ടിനെ വെച്ചേക്കുന്നത്. അവരിതൊക്കെ നോക്കിക്കോളും. ചാർട്ടർ അക്കൗണ്ടൊക്കെ ഇപ്പൊ ഇതാണല്ലോ പണി. പിന്നല്ല ഞാനിവിടെ കെട്ടി വന്നപ്പോ എന്തായിരുന്നു ഇവിടത്തെ മേളം? പോലീസ് അടിപിടി അത്രയല്ലേ ഉള്ളൂ. അതിലും വലിയ വൃത്തിയാണ് മമ്മിയുടെ മുഖം കാണിച്ചു വെച്ചേക്കുന്നത്. എന്താ കാണിച്ചേ? പിന്നെന്താ ഇവിടെ ഭ്രാന്ത് പറയുന്നു? ഭ്രാന്ത് എടുക്കില്ല. നിങ്ങളുടെ മോന നീ ആളുകളൊന്നും വന്നത് 3-4 മാസമില്ല. എന്റെ തലേക്ക് നിറങ്ങുന്നോ? നിങ്ങൾ ഇറങ്ങി പോകുന്നുണ്ടോ? എന്നോട് ഇറങ്ങി പോകാനോ? എന്നെ ഭരിക്കാൻ വന്നോണ്ടല്ലോ. നിനക്ക് എന്റെ സ്വഭാവം പറയണല്ലേ? ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് അവളുടെ എന്താണ് കൊണ്ടുപോയി തോന്നല്ലോ. നീ മമ്മിയോട് അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. എന്റെ കണ്ണോട് പോയി നിൽക്കുക. ഞാനെന്താ പറയണ എന്താ ചെയ്യണത് എനിക്ക് എന്നെ അറിയാൻ പാടില്ല. ഒരു കാര്യം പറഞ്ഞു. ഇപ്പൊ എന്ന് പറഞ്ഞാ ഇപ്പൊ ആ ലാപ്ടോപ്പ് എന്റെ കൈ കിട്ടും. അതില്ലാതെ ആരും അടുത്തോട് വരണ്ട. ഇന്നത് കേട്ടില്ല എന്റെ ശവമായിരിക്കും കാണാൻ പോകുന്നത്. കേട്ടി തൂക്കി ചാവഞ്ഞ ഞാൻ എങ്ങനെയെങ്കിലും അയാളെ കാല് പിടിച്ചത് മേടിച്ചോണ്ട് വരും. നീ ടെൻഷൻ അടിക്കല്ലേ. കൂളാവും. അയ്യോ ബാബയോട് നിന്ന് എന്താ അവളുടെ പിണക്കം മാറ്റാൻ ഐസ്ക്രീം വാങ്ങിച്ചു കൊടുക്കാനായിരിക്കും പരാക്രമം പിടിച്ചു പോണത്. നിർത്തോ എടാ പെൺപോന്താ. അവളീ പറയുന്നൊക്കെ നീ സാധിച്ചു കൊടുത്താ അവൾക്ക് നിന്നെ ഒരു വിലയും കാണത്തില്ല. ഞാനങ്ങ് സഹിച്ചു. തുടക്കത്തിൽ എങ്ങനെ ആയാലും കേസ് കോടതി അവനൊക്കെ നേരെ എടുക്കത്തില്ല. ഡോക്ടർ ജയദേവൻ അല്ലേ? അതെ. ഈ ഇരിക്കുന്ന എന്റെ കക്ഷിയായ രഞ്ജിത്തിന്റെ അടുത്ത സുഹൃത്തല്ലേ ഡോക്ടർ? രഞ്ജിത്തിന്റെ മാത്രമല്ല, രശ്മിതന്റെ അടുത്ത സുഹൃത്താണ്. ഡോക്ടർ ചോദിക്കുന്നതിന് മാത്രം മറുപടി പറഞ്ഞാൽ മതി. ഓ, രഞ്ജിത്തിന്റെ അടുത്ത സുഹൃത്താണോ ഡോക്ടർ? അതെ, രഞ്ജിത്തിന്റെ അടുത്ത സുഹൃത്താണ്. അദ്ദേഹത്തിന്റെ ഭാര്യ രശ്മിതയെ ഡോക്ടർ അറിയോ? അതല്ല ഞാൻ നേരത്തെ പറഞ്ഞത്, രശ്മിത എന്റെ അടുത്ത സുഹൃത്താണ്. ഈ ചോദ്യം നിങ്ങൾ ചോദിക്കുമെന്ന് എനിക്ക് അറിയായിരുന്നു. ഒറ്റടിക്ക് പറഞ്ഞ കാര്യം കഴിഞ്ഞില്ലേ? ചുമ്മാതല്ല, കോടതിയിലെ കേസ് എങ്ങനെ നീണ്ടുപോകുന്നു. എന്റെ കക്ഷിയായ രഞ്ജിത്തിന് കൂടെ ജീവിക്കാൻ പറ്റാത്ത വിധം മദ്യപാന സ്വഭാവമുള്ള ആളാണ് അദ്ദേഹത്തിന്റെ ഭാര്യ എന്ന് ഞാൻ പറഞ്ഞാൽ താങ്കൾ എന്ത് പറയും? ഡോക്ടർ പേടിക്കൊന്നും വേണ്ട, ധൈര്യമായിട്ട് മറുപടി പറഞ്ഞു. ആർക്ക് പേടി? സാധാരണ ഇങ്ങനത്തെ കുസരക്കൊള്ളി ചോദ്യം ചോദിക്കുമ്പോ അവരുടെ വക്കീല് ഒബ്ജക്ഷൻ എന്നൊക്കെ പറയാറുണ്ട്. അതുകൊണ്ടോ നോക്കിയത്. ഒബ്ജക്ഷൻ യുവർ ഓണർ. ഒബ്ജക്ഷൻ ഓർ റൂൾ. ഇങ്ങനെ മതിയോ? ഇത് മതി. ഇപ്പൊ കറക്റ്റായി. സിനിമയിലൊക്കെ എങ്ങനെയാണല്ലോ. ഓർഡർ.
എടോ ജെയിംസ് വക്കീലെ, എവിടുന്ന് കിട്ടിയടോ ഈ സാക്ഷിയെ? സോറി യുവർ ഡോക്ടർ എന്റെ ചോദ്യത്തിന് മറുപടി പറയേ. സ്മോൾ അടിക്കുന്ന കാര്യമല്ല, നല്ല തീരടിയാ. നിങ്ങളോ ഒരു ദിവസം അടിച്ച് ബോധമില്ലാതെ വീണ് പല്ല് പോയപ്പോ രഞ്ജിത്ത് എന്റെ ക്ലിനിക്കിലേക്ക് എടുത്തോണ്ട് വന്നു. പല്ലിടണം വെപ്പ. എന്താ ജെയിംസ് വക്കീലെ, എനിക്ക് ടെന്നീസ് എൽബോയുടെ പ്രശ്നമുള്ളതാണെന്ന് തനിക്കറിയാവല്ലോ. ഈ സാധനം ഇങ്ങനെ എപ്പോഴും പൊക്കി അടിക്കാൻ പറ്റത്തില്ല. സോറി യുവർ ഡോക്ടർ ഉത്തരവിൽ മയത്തി പറഞ്ഞാൽ മതി. അന്ന് മാത്രമാണ് അവര് മദ്യപിച്ച് കണ്ടിരുന്നത്. അല്ലല്ല, എന്റെ വീട്ടിൽ വെച്ചാൽ എത്ര തവണ രശ്മിത വെള്ളടിച്ച് പ്രശ്നം ഉണ്ടാക്കിയിരിക്കുന്നു. സാർ സോറി യുവർ ഓണർ, നമ്മള് ഗ്ലാസ്സിൽ ഒഴിച്ചല്ലേ അടിക്കാറുള്ളത് പൊതുവെ. അല്ലെ, ഇത് കുപ്പിയുടെ ഒറ്റ കമത്താണ്. ജെയിംസ് വക്കീലെ, ദാറ്റ്സ് ഓൾ യുവർ ഓണർ. രക്ഷപ്പെട്ടു. ലാപ്ടോപ്പാ? നീ ഇറങ്ങുന്നില്ലേ? ഇല്ല, ഞാൻ വരുന്നില്ല. ലേറ്റ് ആക്കില്ല, അമ്മ പോയിട്ട് പെട്ടെന്ന് വരണേ. ഒരു 5 മിനിറ്റ് ഇപ്പൊ. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ്. ഞാൻ എബി സക്കറിയ. ഇന്ന് രാവിലെ റെയ്ഡിന് വന്ന ഓഫീസിലെ. മനസ്സിലായി. താനെന്താ ഇവിടെ? സാർ, എനിക്ക് ആ ബാലകൃഷ്ണൻ സാറിനെ ഒന്ന് കാണണമായിരുന്നു. ഹലോ, ആ വണ്ടി അങ്ങനെ ഇടാൻ പറ്റില്ല. ഇങ്ങനെ ഇടണം. സാർ തന്നെ ഇങ്ങോട്ട് വരില്ല, പുള്ളി നേരെ ഫ്ലാറ്റിൽ പോയി. താൻ പോയിട്ട് വണ്ടേ വാ. സാർ, ബാലകൃഷ്ണൻ സാറിന്റെ നമ്പർ ഒന്ന് തരാം. സാറിന്റെ പെർമിഷൻ നമ്പറും തരാൻ പറ്റില്ല. സാർ, ബേസിക്കലി ഐ എം എ റിച്ച് മാൻ, ഷോ സം റെസ്പെക്ട്. ഹലോ, ആ വണ്ടി ഇങ്ങനെ ഇടാൻ പറ്റില്ലെന്ന്. എന്നാ പിന്നെ തനിക്ക് ഇറങ്ങുന്നതിന് മുമ്പ് പറഞ്ഞോളായിരുന്നു. അപ്പൊ താൻ പറയും ഞാൻ ഇവിടെ ഇരിക്കല്ലേ എന്ന്. അതെ, ഞാൻ ഇത് ഇന്നും ഇന്നലെയും കാണാൻ തുടങ്ങിയതല്ല. വണ്ടി മാറ്റിയുള്ളൂ. സാറേ, ബാലകൃഷ്ണൻ സാറിന്റെ അഡ്രസ്സും ഫോൺ നമ്പറും കിട്ടിയിട്ടുണ്ട്. ഇവിടെ അടുത്തൊരു ഫ്ലാറ്റില് പുള്ളി ഒറ്റക്കാണ് താമസം. സാറേ, ഇപ്പോഴും ഞാൻ പറയുവാണ്, സാർ ഇങ്ങനെ ടെൻഷൻ അടിച്ച് ഇന്ന് തന്നെ പുള്ളിനെ പോയി കാണേണ്ട ഒരു സംഗതിയും നമ്മുടെ ഫയലിൽ ഇല്ല. താൻ കൂടുതൽ ഉപദേശമൊന്നും വേണ്ട. ആ നമ്പറും അഡ്രസ്സും വാട്സാപ്പ് ചെയ്താ എന്താ ചെയ്യേണ്ടത് ഞാൻ തീരുമാനിച്ചോളാം. ശരി സാർ. അജു വർഗീസ്. ഹായ് സാർ. നമസ്കാരം. മനോജ്. അമ്മാവൻ ഓക്കെ ഓക്കെ സാർ, ഞാനിവിടെ പറഞ്ഞിരുന്നു ഓഫീസിൽ ഒന്ന് കാണാൻ. അയ്യോ, അതൊന്നും വേണ്ട. നിങ്ങളൊക്കെ വലിയ തിരക്കുള്ള ആളുകളല്ലേ. നിങ്ങളുടെ കഥയൊന്ന് കേൾക്കാമല്ലോ. അമ്മ, ഇതാണ് പ്രൊഡ്യൂസർ സാഗരൻ ചാമക്കാല. നമസ്കാരം. ഞാനിപ്പോ ഇവരോട് പറയായിരുന്നു, ഈ സിനിമ റിലീസ് ആവുന്നതോടെ ചാമക്കാല ഫിലിംസ് എന്നുള്ള പേര് തന്നെ മാറും. അല്ല, പടം ഹിറ്റായിട്ടേ നല്ല പേരാവുന്നു. സാർ കഴിക്കുന്നില്ലേ? അപ്പൊ നമുക്ക് ചെറിയ ഡ്രിങ്ക് ഫിക്സ് ചെയ്തിട്ട് ഇവന്റെ കഥ കേട്ടാലോ? ആയിക്കോട്ടെ. ഹോളിവുഡിലേക്ക് ഇങ്ങനെയാ, ആദ്യം ഡ്രിങ്ക് പിന്നെ അമ്മാവന് കള്ളു കൊടുക്കില്ലെന്ന് കൊടുത്ത കുഴപ്പമാണ്. കഴിഞ്ഞ ഓണത്തിന് അച്ഛനെ എടുത്തിട്ടിടിച്ചാണ്. സദ്യ ഞാൻ ആശുപത്രിയിലാണ് കൊണ്ടുപോയി കൊടുത്തത്. ഞാൻ കഥ പറഞ്ഞ ഏതെങ്കിലും വിളിക്കാം. ജപ്പാന് ഇവനാണ് വേൾഡിലെ ബെസ്റ്റ് സിംഗിൾ മാൾട്ട്. ഇതാണ് എനിക്ക് സിനിമാക്കാരോടുള്ള അസൂയ. ജീവിതം ഇങ്ങനെ എൻജോയ് ചെയ്യല്ലേ. വെറുതെ തോന്നുന്നതാണ്. എന്തെല്ലാം ടെൻഷനാണ്. ഇതുമാതിരിയുള്ള ചവറ കഥ കേൾക്കണം, പിന്നെ അതിൽ നിന്ന് നല്ലത് സെലക്ട് ചെയ്യണം, പിന്നെ അഭിനയിക്കണം. എല്ലാം കഴിഞ്ഞത് പ്രൊമോഷൻ ചെയ്ത് ആ സിനിമ വിജയിപ്പിക്കണം. ഇതൊന്നും പോരാ, കാശ് തരാത്ത പ്രൊഡ്യൂസേഴ്സുമായിട്ട് இந்த வீடியோ வந்து பாத்தீங்கன்னா படமாக போகுதுன்னு நினைக்கிறேன். അമ്മാവ, ഞാൻ പറഞ്ഞില്ലേ സാറിന് ഒരു ഇൻകം ടാക്സ് പ്രോബ്ലം ഉണ്ട്. ഇതിന്റെ ഇടയിൽ അതുമുണ്ട്. അതൊക്കെ നമുക്ക് ശരിയാക്കാതെ. ഓക്കെ. അമ്മാവ, സ്ക്രിപ്റ്റ് വായിച്ചിട്ട് എങ്ങനെയുണ്ട്? നമുക്ക് സെൽഫി എടുക്കാം. പിന്നെന്താ, മക്കൾക്ക് അയച്ചു കൊടുക്കാൻ. ആയിക്കോട്ടെ. ഭയങ്കര ഫാൻസാ. ആണോ? ഒരു കോളും നല്ലൊരു കാര്യം. പിന്നെ ஐயோ, ഞാനും കൂടെ
ഞാൻ ഒരു മാറിയിക്കണ പിന്നെ നമുക്ക് ഫ്ലൈറ്റ് മോഡിൽ ഒന്ന് ചേർന്ന് അങ്ങേർക്ക് ഇടയായിട്ട് എന്നെ നല്ല സംശയം ഉണ്ടെന്നാ തോന്നുന്നത്. ഓ അതൊക്കെ നിനക്ക് വെറുതെ തോന്നുന്നു. ഇനി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് അങ്ങനെ ഡൈവോഴ്സ് തന്നെ. പിന്നെ പറഞ്ഞപ്പോ എത്ര എളുപ്പം കഴിഞ്ഞു. ഞാൻ ചെയ്ത് ഇയാളെ ഡിവോഴ്സ് ചെയ്യൂ? വേണ്ടുവോ ചെയ്യും. എന്റെ ഒരൊറ്റ കള്ളസാക്ഷി കൊണ്ടാണ് എന്റെ ഫ്രണ്ട് രഞ്ജിയുടെ ഡിവോഴ്സ് കേസ് റെഡിയായത്. പക്ഷെ കുറച്ച് കടന്ന കയ്യായി പോയി. ഇനി ആ രശ്മിതയുടെ മുഖത്ത് നോക്കാൻ പറ്റത്തില്ല. ആരാ ഈ രശ്മിത? രഞ്ജിയുടെ വൈഫ്. കള്ളത്തരം കാണിക്കാനും പറയാനും പിന്നെ നല്ല മിടുക്കാണല്ലോ. നല്ല പേഷ്യൻസ് വന്നാലുണ്ടല്ലോ. ഇന്നൊരു ഒറ്റ അപ്പോയിന്റ്മെന്റ് കൊടുത്തിട്ടില്ല. പല്ലുവേനുള്ളവരൊക്കെ അവരുടെ വീട്ടിൽ വേദനയും കടിച്ചു പിടിച്ചിരുന്നോട്ടെ. ഇന്ന് അപ്പോയിന്റ്മെന്റ് കൊടുത്തിട്ടില്ലല്ലോ. ഇനി സദാചാരക്കാരുമല്ലോ. யாருக்கு பயப்படுறாரு? ஐயோ பத்தி 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 ഇതാര്? രശ്മിത. അപ്പോ അടി തുടങ്ങാൻ തീരുമാനിച്ചല്ലേ? അത് നിന്നോട് തന്നെ. ഓ ഒരേ ഓത. അയ്യോ പോച്ച്. അയ്യോ പോച്ച് 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 പോച്ച്. അയ്യോ അയ്യോ ബോധയാ പോച്ച്. നീ വീട്ടിൽ വന്ന് ഞാൻ ഉണ്ടാക്കിയ ഭക്ഷണം എത്ര പ്രാവശ്യം കഴിച്ചിട്ടുണ്ടടാ? നീ കോടതി വന്ന് എന്താ പറഞ്ഞേ? കൂട്ടുകാരനെ സഹായിക്കാൻ നോക്കിയാളല്ലേ? അവന് ഞാൻ വേറെ വെച്ചിട്ടുണ്ട്. അയ്യോ അയ്യോ ഓ ജയദേവാ, ജയദേവാ, മയക്കമാ? എടോ അയ്യോ രക്തം. ജയദേവാ, എടോ അയ്യോ ജയ, ജയ, ജയ എഴുന്നേക്ക്. ജയ, എന്റെ സ്നേഹവും പ്രണയവും നിഷ്കർണം സ്ക്രിപ്റ്റ് എഴുതി. അവളോടുള്ള എന്റെ പ്രതികാരം ഇവിടെ തുടങ്ങുകയാണ്. ഇതെല്ലാം കണ്ടിട്ടും കേട്ടിട്ടും ആ വഞ്ചിയുടെ കണ്ണിൽ ഒരു തരിമ്പ് കുറ്റബോധമോ സങ്കടമോ ഞാൻ കണ്ടില്ല. ചതി, ഓ ചതി, മൂക്കെ പറയരുത്. ഇതുവരെ കൊള്ളാല്ലേ? ഒരു വെറൈറ്റി ഒക്കെ ഉണ്ട്. നല്ല വെറൈറ്റി ഉണ്ട്. പക്ഷെ നായിക ഭയങ്കര നെഗറ്റീവ് ആണ്. ആ നായിക നെഗറ്റീവ്. എന്റെ ഫീമെയിൽ ഓഡിയൻസ് ഒക്കെ എതിരാവും. സാറിന്റെ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ ഫീമെയിൽ ഓഡിയൻസ്. നീ ഒരു കാര്യം കുറച്ചൊന്ന് ലൈറ്റ് ആക്കി. നന്നായി ലൈറ്റ് ആക്കിയേക്കണം. ലൈറ്റ് ആക്കാൻ പറ്റില്ല മാവ. എന്താണ് സാർ ലൈറ്റ് ആക്കാൻ പറ്റില്ല. അതെന്താ? ഇതെന്റെ പ്രതികാരമാണ്. എന്റെ ട്രൂ ലവ് കാണാതെ പോയതോടുള്ള എന്റെ റിവെഞ്ച്. സാർ നമ്മുടെ സിനിമയിലൂടെയാണ് അവിടെ തനി നിറം ഞാൻ ലോകത്തിനെ കാട്ടുന്നത്. ഇന്ന് എനിക്ക് ഒരുപാട് അഭിമാനമുണ്ട് സാർ. ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ആദ്യമായിട്ടാണ് ഒരു സിനിമാക്കാരൻ. ഒന്നുമില്ലെങ്കിലും സ്ക്രീനിൽ ആ പേരിങ്ങനെ എഴുതി കാണിക്കുമ്പോൾ ഒരു അഭിമാനം ഉണ്ടല്ലോ സാർ. റിട്ടൺ ആൻഡ് ഡയറക്ടഡ് ബൈ നവീൻ ആമ്പക്കാട്. നവീൻ നാരായണനാണ് ശരിക്കും പേര്. ന്യൂമറോളജി വെച്ചിട്ട് അതിനെ രാശി. ഇവിടെ ന്യൂമറോളജിക്ക് ഒരു വൈ അങ്ങനെ എന്തെങ്കിലും ചേർത്താ പോരെ? നമ്മുടെ തറവാടിന്റെ പേര് എഴുതി കാണിക്കുന്നില്ല. ന്യൂ ജനറേഷൻ അങ്ങനെ ചെയ്യില്ല മാവ. അതൊക്കെ ഓൾഡ് ജനറേഷൻ രീതിയാ. ഓൾഡ് ജനറേഷൻ എന്ന് പറയുമ്പോൾ നിനക്ക് എന്താണ് ഒരു പുച്ഛം? ഒരു കാര്യം നടക്കാൻ ഞാൻ വേണ്ടി വന്നില്ലേ? നന്ദിയില്ലാത്തവനെ സാർ. നന്നായിട്ട് സാർ. അമ്മാവാ പേരിന്റെ കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ, നമുക്ക് തീരുമാനിക്കാം. സാർ ഫിനിഷ് ചെയ്ത് നിർത്തിയോ? ഞാൻ വിളിച്ചോളാം. ഒഴിക്കട്ടെ, എടുത്തടിക്കാം.
ഇന്നെന്തായാലും അലമ്പാവും. അടിച്ചില്ലെങ്കിൽ ഞാൻ ഒറ്റപ്പെട്ടു. ഓ ഇതെന്താണ് ഇത് ഒറ്റ വലിക്കാത്താക്കിയ വായിക്കട്ടെ. അവിടെ ചോദിക്കും. സാർ വായിക്കട്ടെ. കണ്ടിന്യൂ. ഓക്കെ. ഇരുൾ വീഴാൻ തുടങ്ങിയ വഴികളിലൂടെ കാർ ഓടിച്ചു പോകുന്ന ഹരി. അയാളുടെ കാഴ്ചയിൽ ഒരു അപ്പാർട്ട്മെന്റ്. ഏത് ഫ്ലാറ്റിലേക്കാ? ഇൻകം ടാക്സിലെ രാമകൃഷ്ണൻ സാറിനെ കാണാൻ. ഫ്ലാറ്റ് നമ്പർ അറിയില്ല. രാജേന്ദ്ര, നമ്മുടെ രാമകൃഷ്ണൻ സാറിന്റെ ഫ്ലാറ്റ് ഏതാ? ടവർ 2 4B. സാർ ഫ്ലാറ്റ് ഇല്ലല്ലോ. കുറച്ചു മുമ്പ് ഓഫീസിൽ നിന്ന് വന്ന് ഞാൻ കണ്ടതാണല്ലോ. ഒരു ലാപ്ടോപ്പും നോക്കി പിടിച്ച് മുകളിലേക്ക് കയറി പോണേ കണ്ടു. അപ്പൊ സാർ പുറത്തേക്ക് സാർ വണ്ടി മാറ്റി. വേഗം മാറ്റി, വേഗം മാറ്റി. இது என்ன கதை என்னாச்சுன்னு தெரியல. ஓ ஐயோ താങ്കൾ വിളിക്കുന്ന വ്യക്തി ഇപ്പോൾ കോളുകൾ സ്വീകരിക്കുന്നില്ല. ദയവായി അല്പസമയത്തിന് ശേഷം വീണ്ടും എന്റെ കോൾ എടുക്കാനുള്ള ധൈര്യം രഞ്ജിക്കില്ലെന്ന് എനിക്കറിയാം. കൂട്ടുകാരനെ വെച്ച് അത്ര അപമാനിച്ചല്ലേ. എനിക്ക് അവസാനിക്കട്ടെ. ഞാൻ മരിക്കാൻ പോവാ. പക്ഷെ തന്നെ ഞാൻ വെറുതെ വിടൂല. ഈ ഒറ്റൊരുത്തനാ എന്റെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് കാരണം. എല്ലാം എഴുതി വെച്ചിട്ട് ഞാൻ മരിക്കും. കേട്ടോടാ. எல்லாத்தையும் எழுதி வச்சுட்டு செத்து போயிருவாங்கறாங்களோ. താങ്കൾ വിളിക്കാൻ ശ്രമിക്കുന്ന നമ്പർ ഇപ്പോൾ സ്വിച്ച് ഓഫ് ആണ്. അയ്യോ അല്പസമയം രാജേന്ദ്ര, നമ്മുടെ രാമകൃഷ്ണൻ സാറിന്റെ ഫ്ലാറ്റ് ഏതാ? ടവർ 2 4B. സാർ ഫ്ലാറ്റ് ഇല്ലല്ലോ. வச்சு புட்டு உடைக்க போகிறோம். നീ കയറിപ്പോകുന്നത് വലിയ അപകടത്തിലേക്കാണ്. പിന്നെ നിന്നെ രക്ഷിക്കാൻ ആർക്കും സാധിക്കില്ല. எல்லாரும் போதைய போட்டு தூங்குறாங்க. ഇനി ഹീറോയുടെ മാസ് ഡയലോഗും ഫൈറ്റും ആണ്. വായിക്ക് മാസ് കേക്കട്ടെ. അലി ഹുസൈന് നേരെ വിരൽ ചൂണ്ടിയിട്ട് ഹരി. ഉമ്മാക്കി കാണിച്ചാലുടനെ പേടിച്ചോടുന്ന വെറും ചാവാലിയല്ല ഞാൻ. ഞാനൊന്ന് നേരെ നിന്നാൽ നീ ഉണ്ടാക്കിയ ഈ സാമ്രാജ്യം ആലില പോലെ വിറയ്ക്കും. അടിപൊളി. ഡയലോഗ് അങ്ങനെയല്ല, അങ്ങനെയല്ല. ഒരു പഞ്ചില്ലായിരുന്നു. നിന്റെ ഡയലോഗ് ശരിയല്ല. നമുക്ക് വേറെ ആരെക്കൊണ്ടെങ്കിലും എഴുതിക്കട്ടെ. അയ്യോ ഡയലോഗ് സൂപ്പറാണ്. ഞാനത് അവരും പലതും പറയും. നീ ആരാ ചോദിക്കാൻ? എന്റെ തന്നയുടെ കാര്യം ഓർമ്മയുണ്ടല്ലോ. നീ ആ സ്ക്രിപ്റ്റിംഗ് അങ്ങോട്ട് കൊടുക്കണം. ഞാൻ ഒന്ന് വായിക്കും. കേട്ടോ, ഇയാളോടെ പോയി. നിന്റെ ഉമ്മാക്കി കണ്ടാൽ പേടിക്കുന്ന ചാവാലികളെ നീ കണ്ടിട്ടുള്ളൂ. ആദരിത്തന്റെ ഇങ്ങനെ മുന്നിൽ വന്നു നിന്ന് എടോ അലി ഹുസൈനെ, നിന്റെ സാമ്രാജ്യത്തെ ഇങ്ങനെ അലില പോലെ രോമാഞ്ചം കൊണ്ട് വിറച്ചു പോയതാ സാറേ. അയ്യോ മുടിയില നെട്ടിച്ച നിസ്സാരമല്ലേ സാർ ബാക്കി കൂടി വായിക്കട്ടെ. താൻ വായിക്കണോ? എന്തായാലും ഈ സിനിമ
ഇനി ക്യാരക്ടർ ചെയ്യാൻ എന്നും മലയാളം സിനിമ സുന്ദർരാജ് സാറല്ലാതെ വേറെ ആളില്ല. കളിയാഴ്ച കള്ളു തീർന്നു കേട്ടോ. കഥ ഇന്റർവെല് പോലും ആയിട്ടില്ല. ആ 1 ലിറ്റർ ഇത്ര പെട്ടെന്ന് തീർന്ന അളവൊന്നും എനിക്ക് അറിയാൻ മേല. വേറെ കുപ്പി ഇരിപ്പുണ്ടോ? സാർ ബാക്കിയോട് വായിക്കട്ടെ. ആദ്യം കള്ളിനെ അതിന്റെ തീരുമാനമാട്ടെ, എന്നിട്ട് വായിക്കാം അതിന്റെ പൊട്ടക്കഥ. പൊട്ടക്കഥ എന്തെങ്കിലും ഒരു സാധനം ഇരിപ്പുണ്ടോ? എന്നാ വേഗം പോയി എടുത്തോണ്ട് വാ. ജപ്പാനൊന്നും അല്ലേ? അല്ലെങ്കിൽ തന്നെ ആർക്ക് വേണം ഈ ജപ്പാൻ? എനിക്ക് ഈ ജപ്പാൻ എന്ന് പറഞ്ഞ സാധനം തന്നെ കണ്ണെടുത്താ കണ്ടൂടെ. വെറുതെ ജപ്പാൻ എന്നൊക്കെ പറഞ്ഞ് ചില മണ്ടന്മാരെ പറ്റിക്കാന്നല്ലാതെ ഒരു കാര്യമില്ല. ഇതെന്നാ ബ്ലൂ 70% ആൽക്കഹോൾ. അയ്യോ ഒരെണ്ണം അടിച്ച ഈ 14 അല്ലെങ്കിൽ ഈ പച്ചക്കളർ കാണാൻ തന്നെ എന്തോ ഐശ്വര്യം. ഒരെണ്ണം കൊണ്ടുപോയി ഒഴിച്ചു. സാറേ പച്ചവെള്ളം ഒഴിക്കട്ടെ. ആ ഒഴി. ഹലോ, ആ പറയൂ. ഓയ് യോ കൊച്ചി ഓ ജോ ആര്യാസിന്റെ ഭക്ഷണം കൊണ്ടുവന്ന ആളാണോ ഇവിടെ ഓർഡർ ചെയ്തത്? അല്ല, രാമകൃഷ്ണൻ സാറിനെ കാണാമെന്ന്. ഭാമ അവിടെ ഇല്ലെന്ന് തോന്നുന്നു. ഇല്ലെന്ന് തോന്നുന്നു, തുറക്കുന്നില്ല. എവിടുന്നാ? ഓഫീസിൽ നിന്ന് വരുവാണോ? വിളിച്ചിട്ട് വന്നാ പോരായിരുന്നോ? വിളിച്ചിട്ട് കിട്ടിയില്ല, ഒരു അത്യാവശ്യം ഉണ്ടായിരുന്നു. ഞാൻ കാണുകയാണെ പറഞ്ഞേക്കാം. ആര് വന്നു പറയണം. വേണ്ട, ഞാൻ വിളിച്ചോളാം. ഗുഡ് നൈറ്റ്. ഇവിടെ ആരുമില്ലേ? ആരുമില്ലേ? ചേച്ചി, ചേട്ടാ, കുടിക്കാൻ ഇത്തിരി വെള്ളം തരുമോ? ചരക്കടിക്ക് വേറെ ആരും അയ്യോ சூப்பர் 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 பாசில் ஜோசப் வந்து பார்த்தீங்கன்னா வந்து ஃபஸ்ட்டு வந்து பார்த்தீங்கன்னா ஆஃபீஸில் வந்து பார்த்தீங்கன்னா இன்கம் டேக்ஸில் வந்து பார்த்தீங்கன்னா ரைடு வந்து அவரோட வந்து பர்சனல் லேப்டாப் வந்து தூக்கிட்டு போயிருப்பாங்க. அந்த சீனில் வந்து பார்த்தீங்கன்னா வந்து அந்த அவங்க ஒய்ஃபுக்கும் பாசில் ஜோசப்புக்கும் வந்து பார்த்தீங்கன்னா பெரிய பிரச்சனையாயிரும். அந்த லேப்டாப் எப்படினாலும் எனக்கு வேணும் அப்படிங்கிற மாதிரி வந்து சொல்லியிருப்பாரு. அவங்க அம்மா வந்து பார்த்தீங்கன்னா நல்லா நடிச்சிருப்பாங்க. இப்போ எங்கே பொண்டாட்டிக்கு ஐஸ்கிரீம் வாங்க போறியா அப்படிம்பாங்க. என்ன வேணும் இல்லை பீஸா வாங்க போகிறேன் அப்படின்னு சொல்லிட்டு அந்த லேப்டாப் வந்து பார்த்தீங்கன்னா தேட போயிருக்காரு. அதுக்கப்புறம் வந்து பார்த்தீங்கன்னா நம்ம சித்திக் சார் வந்து பார்த்தீங்கன்னா நம்ம மனோஜ் சார் கிட்ட வந்து பார்த்தீங்கன்னா ஏதோ கதை சொல்ல வந்திருக்காங்க. அந்த லேப்டாப்பும் வந்து பார்த்தீங்கன்னா எடுத்துகிட்டு வந்து கையில் தான் இருந்து எடுத்து வந்திருக்காங்க மாற்றி. அதை கதையாக்க போகிறாங்களா இல்லை என்னன்னு சொல்லிட்டு தெரில. சுவாரஸ்யமாக இருந்துச்சு. அதுக்கப்புறம் வந்து பார்த்தீங்கன்னா அவரோட வீட்டுக்கே வந்து பார்த்தீங்கன்னா லேப்டாப் போய் திருடிடுவோம் அப்படின்னு சொல்லிட்டு வீட்டுக்கு போகிறாரு. அங்கே வந்து பார்த்தீங்கன்னா பெரிய பஞ்சாயத்து ஆயிடுச்சு. கள்ளம் வந்துட்டான் அப்படிங்கிறாங்க. இவங்க வந்து பார்த்தீங்கன்னா என்னன்னு சொல்லி தெரில. பிரச்சனை ஆகிட்டு அவரை வந்து பார்த்தீங்கன்னா குடிக்க வச்சு பார்த்தீங்கன்னா கீழே தள்ளி விட்டுருப்பாங்க. மண்டை உடஞ்சிருக்கும். அவர் செத்துட்டாரா என்னன்னு சொல்லிட்டு தெரில. சரி நானும் வந்து பார்த்தீங்கன்னா தற்கொலை பண்ணிக்கிறேன் அப்படிங்கிற மாதிரி வந்து லெட்டர்லாம் எழுதி வச்சுட்டு இந்த விஷத்தை கலந்து குடிக்கலாம்னு சொல்லி பார்ப்பாங்க. அதுக்காட்டி வந்து பார்த்தீங்கன்னா அந்த பிரச்சனையாயிரும். அவங்க வீட்டுக்குள்ள வந்து பார்த்தீங்கன்னா பாசில் ஜோசப் வந்து பூந்துட்டு சேச்சி சேட்டா அப்படின்னு சொல்லிட்டு உள்ளே போகிறாரு. அடுத்து என்ன நடக்க போகுதுன்னு சொல்லிட்டு தெரியல. ஓகே, இந்த வீடியோ வந்து கண்டிப்பாக உங்களுக்கு பிடிக்கும் நினைக்கிறேன். பிடிச்சிருந்தா மறக்காம இந்த வீடியோக்கு ஒரு லைக் பண்ணிட்டு கண்டிப்பாக இந்த சப்ஸ்கிரைப் பண்ணாமல் நீங்கள் பார்த்தீங்கன்னா கண்டிப்பாக சப்ஸ்கிரைப் பண்ணி சப்போர்ட் பண்ணுங்கள். இது போகிற நல்ல வீடியோவில் நம்ம நெக்ஸ்ட் சந்திப்போம்.